കേരളത്തിന്റെ അന്തസ്സുറ്റ വിഴിഞ്ഞം തുറമുഖം, കേരളത്തിന്റെ വികസന സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും പ്രസംഗം തുടരുന്നത്. കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ആദിശങ്കരനെ സ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് കേന്ദ്രം നൽകുന്ന സംഭാവനകളൊക്കെ അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചു. ഒപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്ക് സമുദ്ര മേഖലയിൽ നിന്ന് എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാനാകും എന്നുള്ള കാര്യം അദ്ദേഹം പരാമർശിച്ചു. അതിനൊപ്പം തന്നെ വിമാനത്താവളങ്ങളുടെ വികസനം, റെയിൽ വികസനം, ദേശീയപാതയുടെ വികസനം അടക്കം എടുത്തു പറയുകയും ചെയ്തു. അതിനൊപ്പം രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് വഴിമരുന്നിടാവുന്ന ചില പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തികച്ചും രാഷ്ട്രീയമായ പരാമർശങ്ങളും ഈ പ്രസംഗത്തിനിടയിൽ ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു, രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് കൃത്യസമയത്ത് തന്നെ പ്രധാനമന്ത്രി പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം എത്തുകയും ചെയ്തു. അതിനുശേഷം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ വിഭാഗമാണ് അദ്ദേഹം സന്ദർശിച്ചത്. എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം നടക്കുന്നതെന്ന് അദ്ദേഹം വീക്ഷിച്ചു. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ അദ്ദേഹം വരുമ്പോൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നില്ല. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഫീഡ് ചെയ്യുന്നത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുകയാണ്. ആ അരമണിക്കൂറോളം അത്തരം കാര്യങ്ങളൊക്കെ വീക്ഷിച്ച ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രി പ്രസംഗിച്ചു. അതിനുശേഷം ആണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തുടരുകയാണ്. ആ വലിയ നേട്ടങ്ങൾ, രാജ്യം കൈവരിക്കുന്ന വലിയ നേട്ടങ്ങൾ, ഇനി കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങൾ ഒക്കെ അതിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞതിൽ ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയത്. ആദിശങ്കരനെ സ്മരിച്ച് പ്രധാനമന്ത്രി 45 മിനിറ്റോളം നേരം വികസനത്തിൽ ഊന്നി സംസാരിക്കുന്ന